ഹൊറർ സിനിമയ്ക്കുള്ള മാർക്കറ്റ് വാല്യൂ കണ്ട് അത് മുതലാക്കാൻ ഇറങ്ങിയിരിക്കുന്ന അടുത്ത സിനിമയാണ് മാ എന്ന് പറയുന്നത്. മാ എന്ന് പറയുന്ന അജിത് ദേവ്ഗന്റെ ഷെയ്ത്താൻ എന്നുള്ള സിനിമയുടെ അതേ യൂണിവേഴ്സിൽ തന്നെ വരുന്ന ഒരു സിനിമയാണ്. ഒരു ചെറിയ ക്യാമിയോ പോലെയൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും തീരെ ഇമ്പാക്ട്ഫുൾ അല്ല. ഈ മാ എന്ന സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം, ഇന്ത്യയിൽ വളരെ നന്നായി CGI അതായത് VFX ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു കമ്പനിയാണ് അജയ് ദേവ്ഗന്റെ കമ്പനി. അപ്പോൾ അജയ് ദേവ്ഗന്റെ ആ ഒരു ബാനറിൽ നിന്ന്, അവരുടെ സ്റ്റുഡിയോയിൽ നിന്ന് ഒരു പടം ഇറങ്ങുമ്പോൾ ഇതൊരു ഹൊറർ തീമിൽ വരുന്ന പടമായതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് CGI വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലെ CGI വർക്ക്സ് കാര്യങ്ങളെല്ലാം ഗംഭീരമാണ്. അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പടത്തിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു വലിയ ബഡ്ജറ്റുള്ള പടമൊന്നുമല്ല, ചെറിയ പടമാണ്. ആ ചെറിയ പടത്തിന്റെ ബഡ്ജറ്റ് ലെവൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഡീസന്റ് ആയിട്ടുള്ള, ഞാൻ എക്സ്ട്രാ ഓർഡിനറി എന്നല്ല പറയുന്നത്, ഡീസന്റ് ആയിട്ടുള്ള ഒരു CGI വർക്കാണ് ഈ പടത്തിനുള്ളത്. ആ ഒരു സിൻസിയറിറ്റി നമുക്ക് വേറെ എവിടെയും കാണാൻ സാധിക്കില്ല. കാരണം ഇതിന്റെ ബേസിക് പ്ലോട്ട് എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ള, അതായത് ഒരു ടൗണിൽ ജീവിക്കുന്ന നായിക, ഒരു കുട്ടി, അവര് ആ ഒരു നാട്ടിലേക്ക്, അതായത് അവരുടെ ആ ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ അവിടെ നടക്കുന്ന കുറച്ച് ദുരാചാരങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതിന്റെ ഈ മെയിൻ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് അമ്മ, അതായത് മകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അമ്മയുടെ ശ്രമങ്ങളാണ് ഈ സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ആ അമ്മയുടെ സ്നേഹമാണ്. അപ്പൊ ആ ഒരു ലോജിക്ക് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ സിനിമാറ്റിക് ലിബർട്ടി എടുക്കാവോ അതെല്ലാം എടുക്കാം എന്നുള്ളൊരു തോന്നലിലാണ് ഈ സിനിമ ഇറങ്ങുന്നത്. ഇതിലെ മെയിൻ കോൺഫ്ലിക്റ്റ്, അതായത് എല്ലാ സിനിമയിലും ഒരു ദുഷ്ടശക്തി ഉണ്ടാവും, അതിനെ നേരിടാൻ വരുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ശക്തി ഉണ്ടാവും. അപ്പൊ ആ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ സിനിമയുടെ മെയിൻ പ്ലോട്ട്, അതായത് സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു എൻഗേജിങ് ആയിട്ടുള്ള കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തുടങ്ങുന്നത് സെക്കൻഡ് ഹാഫിലാണ്. അതുവരെ ഇതിങ്ങനെ നീട്ടി വലിച്ച് ഇങ്ങനെയൊക്കെ നടക്കുന്നു, നാട്ടിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ പോകുന്നു എന്നല്ലാതെ സെക്കൻഡ് ഹാഫിലൊക്കെ ആകുമ്പോഴാണ്, രണ്ടാം പകുതിയിലാണ് എന്തെങ്കിലുമൊക്കെ ഒരു കോൺഫ്ലിക്റ്റ് മെയിൻ ആയിട്ട് നടക്കുന്നത്. കോൺഫ്ലിക്റ്റ് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സൊല്യൂഷൻ വേണം. ഈ സൊല്യൂഷൻ ഇവർ കണ്ടെത്താനായിട്ട്, സൊല്യൂഷന് വേണ്ടി ഇവർ കണ്ടെത്തിയൊരു മാർഗം എന്ന് പറയുന്നത് ദേവി കാളി, അതായത് ഏറ്റവും വലിയ ശക്തി എന്നുള്ള നാരീ ശക്തി. അതിനെക്കുറിച്ചുള്ള ചെറിയ ഫോർഷാഡോയിങ് ഒക്കെ സിനിമയുടെ ആദ്യ തുടക്കത്തിൽ പറയുന്നുണ്ട്. പിന്നീട് ക്ലൈമാക്സിലോട്ടൊക്കെ വരുമ്പോൾ ഒട്ടും എഫക്റ്റീവ് അല്ലാത്ത രീതിയിലുള്ള എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ടുള്ള, അതായത് തീരെ എൻഗേജിങ് അല്ല, തീരെ ഇംപ്രസീവ് അല്ല, ഒരു എസ്തെറ്റിക് ആയിട്ടുള്ളതോ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ളതോ ഒന്നുമില്ലാത്ത വെറും ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് ഈ മാ എന്നുള്ള സിനിമ നൽകുന്നത്. പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കജോളിന്റെ പെർഫോമൻസ് കൊള്ളാം, കജോളിന്റെ മകളായിട്ട് അഭിനയിച്ചിരിക്കുന്ന കുട്ടിയുടെ പെർഫോമൻസും കൊള്ളാം. പക്ഷെ ഇവരുടെയൊക്കെ പെർഫോമൻസ് നല്ല രീതിയിൽ വരാനുള്ള ഒരു സ്ക്രിപ്റ്റ് ഈ പടത്തിനില്ല എന്നുള്ളതാണ് മെയിൻ പോരായ്മ എന്ന് പറയുന്നത്. റോണി ട്രോയ്, പുള്ളിനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്തായിരിക്കും ഇനി ക്ലൈമാക്സിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. അതുപോലെ വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ നമുക്ക് നൽകുന്നത്. ഇതും വളരെ ഡിസപ്പോയിന്റിങ് ആണ്. പിന്നെ ക്ലൈമാക്സ് ഒക്കെ ആവുന്ന നേരത്ത് ഒരുപാട് നമ്മൾ കണ്ട് ഒരുപാട് നല്ല രീതിയിൽ കൈയടിച്ചിട്ടുള്ള ഇംഗ്ലീഷ് സിനിമയിലെ സീനെല്ലാം അങ്ങനെ തന്നെ ചുരട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. അതും ഒരു പ്രശ്നമാണ്. ഇങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ, അതായത് സിനിമ തുടങ്ങുന്ന ഒരു 5 മിനിറ്റ് കാണുമ്പോൾ കൊള്ളാം, എന്താണ്ടൊക്കെ വെറൈറ്റി ആയിട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് തോന്നലുണ്ടാക്കി. പിന്നീട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ പോയി വലിച്ചഴച്ച് ബോറടിപ്പിച്ച് ഒരു പരിധി സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ ഇനിയെങ്കിലും ഒന്ന് നന്നാവുമെന്ന് നമ്മൾ വിചാരിക്കുന്ന ആ രീതിയിൽ പോയി, എന്നാൽ ഒന്നും നൽകാതെ നമ്മളെ വളരെ ഡിസപ്പോയിന്റിങ് ആക്കി ബേസിക് ആയിട്ടുള്ള ഒരു മോശം ക്ലൈമാക്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവസാനിക്കുന്ന ഒരു സിനിമയാണ്. സിനിമയുടെ ലാസ്റ്റ് ആണ് ഈ ഷെയ്ത്താൻ എന്നുള്ള സിനിമയായിട്ടുള്ള ഒരു കണക്ഷൻ കാണിക്കുന്നത്. ആ കണക്ഷൻ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാധയേറ്റ പെൺകുട്ടികൾ, അതാണ് ഷെയ്ത്താനിലും ഈ മാ എന്നുള്ള സിനിമയിലുള്ളത്. അത് വെച്ചിട്ട് മൂന്നാമതും ആളെ പറ്റിക്കാൻ അജയ് ദേവ്ഗൺ ആൻഡ് കമ്പനി എത്തും. സ്വാഭാവികമായിട്ടും അത് എന്താണ്, ബിസിനസ് ആണല്ലോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഈ മാ എന്നുള്ള സിനിമ ഒരു ടോട്ടൽ ഡിസപ്പോയിന്റ്മെന്റ് ആണ്. വളരെ വളരെ ഡിസപ്പോയിന്റ്മെന്റ്.